എന്നിലായി ചായുന്നു. നീലാമ്പലിൻ ചേലോർമയിൽ നീ എന്നിലായി ചായുന്നു. തൂവെണ്ണില തീരങ്ങളിൽ തേന്മൈനകൾ മൂളുന്നൊരു പൊന്നാവണി പാട്ടാണു നീ. കാതോരമോദാത്തൊരാദ്യാനുരാഗം നീ. നീലാമ്പലിൻ ചേലോർമയിൽ നീ എന്നിലായി ചായുന്നു. എന്തിത്ര നാൾ എന്നോടു നീ ചൊല്ലിയിലയൊന്നും കയ്യെത്തവേ പിന്നെന്തിനായി മായുന്നു ദൂരെ. എന്തിത്ര നാൾ എന്നോടു നീ ചൊല്ലിയിലയൊന്നും കയ്യെത്തവേ പിന്നെന്തിനായി മായുന്നു ദൂരെ. മഴനൂലുകൾ ഇഴപാകുമീ വഴി പിന്നെയും കൊതികൊള്ളവേ. മിഴിത്തുമ്പിലുദിക്കുന്നു മണിത്തുമ്പ പോലെ നീ. നീലാമ്പലിൻ ചേലോർമയിൽ നീ എന്നിലായി ചായുന്നു. രാവന്തിയിൽ എന്നുള്ളിലെ പൊൻതന്തി നീട്ടി കണ്ണാടി പോൽ കൺചിമ്മി നീ നോക്കുന്നതെന്തേ. രാവന്തിയിൽ എന്നുള്ളിലെ പൊൻതന്തി നീട്ടി കണ്ണാടി പോൽ കൺചിമ്മി നീ നോക്കുന്നതെന്തേ. ഏകാന്തമാ മൺവേനലിൽ നീ പുൽകവേ പൂക്കാലമായി നമുക്കായി ഒരുങ്ങുന്നു നിറം പൂണ്ട ഹേമന്തം. നീലാമ്പലിൻ ചേലോർമയിൽ നീ എന്നിലായി ചായുന്നു. തൂവെണ്ണില തീരങ്ങളിൽ തേന്മൈനകൾ മൂളുന്നൊരു പൊന്നാവണി പാട്ടാണു നീ. കാതോരമോദാത്തൊരാദ്യാനുരാഗം നീ. നീലാമ്പലിൻ ചേലോർമയിൽ നീ എന്നിലായി ചായുന്നു. പുലരുളി തൂകും വെണ്ണുരു തിര ചിന്തും കുഞ്ഞരുവികളോളം കഥ ചൊല്ലും നാട്ടിൽ ചിങ്ങത്തെളിവെയിലും തുമ്പച്ചിരിയഴകും വരവേൽക്കും പൂവേ പൊലിയോണം വരവാൻ. പത്തം പത്തോണം പറനിറകി പൂവേണം കാലത്തെ പൂനുള്ളാൻ പോരൂ നീയും.
ഓണപ്പാട്ടിന്റെ താളത്തിൽ തുള്ളിയിടാം കൊണ്ടാടാം വാളോരേ ഈ പൊന്നോണം. കൊടിയേറി കൊടിപോരാം ഇനി ഉല്ലാസപ്പോത്തിരുവോണം മനമാകെ തുടിതാളം അടിടും ഡും 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 തകിൽ മേളം. തൊടിയിൽ തണൽ വിരിയേകും തേന്മാങ്കൊമ്പിൽ കിളിയേ നമുക്കൊന്നിച്ചോ ഞാനിടാം വിളകൊഴിയാൻ വാ, കടന്നുള്ളാൻ വാ, ഒളിപാടാൻ വാ, തിരതുള്ളാൻ വാ. ഭാഗ്യഘോഷങ്ങളും പുലിതുള്ളും കൈകോലവും ഉല്ലാസമായി കൊടുനീയും കാക്കപ്പൂവേ. രുചികളും തിരുമധുരവും ഇനി വിളമ്പാം. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മലയാളക്കര നീളെ ആഘോഷമായി തിരുവോണത്തപ്പനെ എതിരേറ്റിടാം. കൊടിയേറി കൊടിപോരാം ഇനി ഉല്ലാസപ്പോത്തിരുവോണം മനമാകെ തുടിതാളം അടിടും ഡും 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 തകിൽ മേളം. കൊടിയേറി കൊടിപോരാം ഇനി ഉല്ലാസപ്പോത്തിരുവോണം മനമാകെ തുടിതാളം അടിടും ഡും ഡും തകിൽ മേളം. കളനൂപുര ശിഞ്ചിത രഞ്ജിത മേളം തൊഴുകൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനം മരമരുളു പൊരുളും ഉയരും ഉണരും ദേവി തനനം തനനം നം 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 തം തനനനം തനാനന തം തനനനം തം തനനനം തനാനന തം തനനനം തം തനനനം തനാനന തം തനനനം വരലക്ഷ്മി കോലം വരയുന്ന നേരം തളിരിളം ചുണ്ടിൽ ഉയരുന്നു മന്ത്രം കാർത്തികരാവിൻ കന്മദഗന്ധം ചാർത്തി ദേവിയെ നാം ഒരുക്കി താരണിത്താഴ്വര ചിരി തൂകി തഴുകി ഒഴുകി ഇളത്തെന്നൽ പഞ്ചമരാഗം സഞ്ചിത താളം നിൻ കാഴ്ച ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മലപ്പുറം വള്ളത്തോടിയിൽ കൊല്ലമലപ്പുഴ എല്ലാവർക്കും ഹൃദയനിറഞ്ഞ ഓണാശംസകൾ. കാളത്തിലിന്റെ ഓണപരിപാടി കുറച്ച് ലേറ്റായി, എന്നാലും ഇപ്പൊ ആരംഭിക്കുകയാണ്. ആദ്യമായി നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാട്ടിടാം.
നമ്മുടെ ഓണാഘോഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ റജീസിനെ ക്ഷണിക്കുന്നു. പ്രിയ അനുജത്തിമാരെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഇച്ചിരി ലേറ്റായെങ്കിലും നമ്മൾ ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അത് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പിള്ളേരും എല്ലാവരും ശരീരത്തിനൊന്നും കേടില്ലാത്ത രീതിയിൽ ഉണ്ണിയും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടത്തണം കേട്ടോ. അപ്പോൾ അത് ഈ പരിപാടി ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതെന്ന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ഇത് ഈ പരിപാടി ഞാൻ പ്രഖ്യാപിക്കുന്നു. വലിയൊരു പ്രസംഗം കേൾക്കാൻ വേണ്ടി നമുക്ക് മനക്കൊച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. मेरा परिवारी लोगों को मेरा दिल से नमस्कार बोल रहे हैं. നമ്മുടെ ദേശീയോത്സവമായ ആരവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഉത്സാഹങ്ങളുടെയും എല്ലാ ആഘോഷമായ ഓണം ഏതൊരു രീതിയിലാണെങ്കിലും കാലാവസ്ഥ മോശമായിട്ടാണെങ്കിലും നമുക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ എല്ലാ രീതിയിലും പോയ പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ എനിക്ക് ഇപ്രാവശ്യം ചെറിയൊരു കുറവായിട്ട് തോന്നുന്നത് അച്ഛയമ്മയില്ലാത്ത നമ്മുടെ ആദ്യത്തെ ഓണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കാര്യം വിഷു നമ്മൾ ആഘോഷിച്ചായിരുന്നു. ആദ്യത്തെ ഓണമാണ്. നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അച്ഛയുടെ അമ്മയുടെ ആത്മാവിൻ്റെ നന്ദിക്കായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. വൈകിയ വേളയിലാണെങ്കിലും അത് ചെയ്യേണ്ടതായിരുന്നു. അപ്പം വളർന്നു വരുന്ന ലോകത്ത് ഈ ഫോണും ഉപയോഗം മൂലമാണ് ഈ അതിൻ്റെതായ രീതിയിൽ ഒത്തിരി തട്ടിപ്പുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫോൺ നിങ്ങൾ ഉപയോഗിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒത്തിരി ചതിക്കുഴികളുണ്ട്. അതിൻ്റെ അകത്ത് പോയി ഒന്നും വീഴരുത്. അതുകൊണ്ട് മക്കള് നല്ല രീതിയിൽ വളരുക. നിങ്ങളെ എപ്പോഴും ഫോൺ എടുക്കുമ്പോൾ നീ എന്തിനാ നോക്കുന്നത് നമ്മളൊന്നും പറയാറില്ല. നമുക്കിതെല്ലാം അറിയാം. ഈ പിള്ളേർ ഫോൺ എടുത്ത് നോക്കുമ്പോൾ പരിപാടി ചെയ്യുമ്പോഴും എല്ലാം നമുക്കറിയാം. നിങ്ങൾ ഫോണിന് നമ്മുടെ കൂട്ടുകാർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നോ സെർച്ച് ചെയ്ത് നോക്കുന്നോ ഒന്നുമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ഞങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങൾ ഞങ്ങളോട് കാണിക്കണം കേട്ടോ. ഞാനിതൊരു പ്രസംഗമായിട്ടല്ല പറയുന്നത്, ഒരു ഉപദേശമാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോ. സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോൾ ചതിക്കുഴികൾ കൂടുതലായിട്ട് വരുന്നത്. അതിലൊന്നും പോയി എൻ്റെ മക്കൾ പോയി ചാടിയേക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചു കൊടുക്കുന്നു. അത് നമുക്ക് അടിച്ചു പൊളിക്കാം. നിങ്ങളുടെ ഒരു കുരുത്തക്കേടോ നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിക്കാനുള്ള സാഹചര്യങ്ങളോ ആ സാഹചര്യങ്ങളിലൊന്നുമല്ല ഞങ്ങൾ വളർന്നത്. നിങ്ങളിപ്പോൾ ഒരു 4 ജോഡി ചെരുപ്പില്ലാത്ത ആരും തന്നെ മക്കളിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും 4 ജോഡി ചെരുപ്പുണ്ട് അല്ലേ? അതിപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? 4 ജോഡി ചെരുപ്പെങ്കിലും ഇല്ലാത്ത അവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വീട്ടില്. അതെന്നുവെച്ചാൽ മക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് 1 ജോഡി ചെരുപ്പ് തന്നെ അധികം പറ്റായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ വളർന്നത്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ. ഇനി ആ 1 ജോഡി ചെരുപ്പ് തന്നെ തേഞ്ഞു തീർന്ന് അതിന്റെ സൈഡ് ബാക്ക് വശം ബ്ലേഡ് പോലെ ആകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്കൊരു പുതിയ ചെരുപ്പ് കിട്ടുന്നത്. ആ ചെരുപ്പ് തീർക്കുവാനായിട്ട് തോട്ടിൽ പോയിരുന്ന് എന്തുമാത്രം ചെരുപ്പ് കല്ലിലോട്ട് ഉരച്ച് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നറിയാമോ? പുതിയൊരു ചെരുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒക്കെ ചെരുപ്പ് തീർക്കുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ ചെരുപ്പ് വേണമെന്നൊക്കെ തോന്നുമ്പം കല്ലിലിട്ട് ഉരച്ച് ഇത് ബ്ലേഡ് പോലെ ആക്കാനായിട്ടൊക്കെ നോക്കും. അങ്ങനെയാണ് അത്രയും ചെരുപ്പ് തീർന്ന് അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ചെരുപ്പ് മേടിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതിനും വലിയ സാഹചര്യത്തിലായിരുന്നു അച്ഛ ചെരുപ്പ് തീർന്നിട്ട് ചെരുപ്പില്ലാതെ ഒരാഴ്ചയെങ്കിലും നടന്നതിന് ശേഷമായിരുന്നു. അന്ന് റേഷൻ കടയിൽ പോകുമ്പോൾ അച്ഛൻ ചെരുപ്പില്ലാതെ പോകും ഇല്ലേ ചേട്ടായി? ചെരുപ്പില്ലാതെ പോകും. അപ്പോൾ അങ്ങനെ പോയി അതിനുശേഷം അച്ഛയ്ക്ക് പൈസ ഉണ്ടാകുമ്പോഴാണ് അച്ഛൻ ഒരു ചെരുപ്പ് മേടിച്ചിരുന്നത്. അതേപോലെ അച്ഛ ഡ്രസ്സ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസമാണ് ഒരു ദിവസം. 3ാമത്തെ ദിവസമൊക്കെ ആകുമ്പം അരിയുടെയൊക്കെ മണം കൊണ്ടും റേഷൻ വിയർപ്പിന്റെ ഒക്കെ മണം കൊണ്ട് നന്നായിട്ട് മുഷിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വ്യാഴം വെള്ളി ശനിയാണ് അടുത്ത. അങ്ങനെ ആഴ്ചയിൽ 2 ഡ്രസ്സായിരുന്നു അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ
നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായിരുന്നു. കുറച്ചുകൂടെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സുഖ സൗകര്യങ്ങളും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാം. ഞാൻ കുഞ്ഞിന്റെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളും അറിഞ്ഞിട്ടാണ്. ചിക്കന്റെ രുചിയൊക്കെ നമ്മുടെ നാവിന്റെ തുമ്പിൽ നിന്ന് പോയി. പണ്ട് ഞങ്ങളൊക്കെ കൊതിച്ചിട്ടാണ് ഒരു ചിക്കനൊക്കെ കഴിക്കുന്നത്. ചിക്കനൊക്കെ വളരെ അപൂർവം. ആരെങ്കിലും അങ്ങനെ ബന്ധുക്കാര് മുള്ളരിങ്ങാട്ട അച്ഛനൊക്കെ അതേപോലെയുള്ള ആരെങ്കിലും ബന്ധുക്കാര്, കോഴിമലയിലെ അച്ഛൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴാണ് ഇവിടെ ചിക്കനൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ ഞായറാഴ്ചയും പോത്തും മേടിക്കും. ചിക്കനൊക്കെ ആഡംബര ഭക്ഷണമായിരുന്നു അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അധികപ്പറ്റായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ അതുപോലെ പിന്നെ നോൺ വെജ് ഫുഡൊക്കെ നമ്മൾ അതേപോലെ നിങ്ങൾ മേടിച്ച് കഴിക്കുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന്റെ പറഞ്ഞതിന്റെ പോലെ തന്നെ നിങ്ങൾ അതിനുള്ള കമ്മിറ്റ്മെന്റ് തിരിച്ച് നമ്മളോട് ചെയ്യണം. ഞങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല വലിയ ശാസനയോ വലിയ തല്ലോ വലിയ വഴക്കോ വലിയ ബഹളങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നവരല്ല ആരും തന്നെ. അമ്മമാരൊക്കെയാണ് അപ്പന്മാരെക്കാൾ കുറച്ചുകൂടെ കഠിനമായിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ വീട്ടിലെ അമ്മമാരാണ് പഠിക്കാനൊക്കെ പറഞ്ഞ് വഴക്ക് വയ്ക്കുന്നത്. കാരണം ഞങ്ങൾക്ക് പേടി അച്ഛനെയായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് പേടി അച്ഛ തല്ല് തരുമായിരുന്നു, നല്ല അടി അടിക്കുമായിരുന്നു ഞങ്ങൾക്കിട്ട്. നല്ല അടി എന്ന് പറഞ്ഞാൽ മുട്ടയിലൊക്കെ നിർത്തി അടിച്ചിട്ടുണ്ട് അച്ഛ. ഞങ്ങളെ മുട്ടയിലൊക്കെ ഇവിടെ നിർത്തി നല്ല തല്ല് തല്ലിയിട്ടുണ്ട് അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുരുത്തക്കേടിന്റെ അങ്ങേയറ്റമായിരുന്നു ഞങ്ങൾ 4 പേരും. അത് വേറെ കാര്യം. പക്ഷെ അതിങ്ങനെ ഇപ്പൊ ആലോചിക്കുമ്പോഴേ ഭയങ്കര രസമുള്ള ഒരു കുരുത്തക്കേടുകളാണ്. ഒത്തിരി അങ്ങനെ രസമുള്ള കുരുത്തക്കേടുകൾ ഒത്തിരി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുരുത്തക്കേടുകളൊന്നും നിങ്ങളിപ്പോ ചെയ്യുന്നില്ല. അത് നല്ലതെന്നും ചീത്തയെന്നും ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം നല്ലതായിരുന്നു, രസമായിരുന്നു. അതോർത്ത് എപ്പോഴും അമ്മയൊക്കെ എപ്പോഴും അതോർത്ത് ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ എനിക്ക് തോന്നുന്ന 4 പേര് അച്ഛന്മാർ 4 പേര് അത്ര വലിയ ശാസനയോ കടുംപിടുത്തമോ അതല്ലോ ബഹളമോ എന്നുള്ളവരല്ല. പക്ഷെ അമ്മമാര് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ അമ്മമാരാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ പഠിത്ത കാര്യങ്ങളിലും മറ്റു നിങ്ങളുടെ ശാരീരിക വളർച്ചയുടെ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് അമ്മമാരായതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കാര്യങ്ങളിൽ ആശങ്കയും ആകാംക്ഷയും ഉദ്യോഗവും എല്ലാം ഉണ്ടാകുന്നത് അമ്മമാർക്ക് സ്വാഭാവികമാണ്. അതുപോലെ അമ്മക്കളുടെ ആണെങ്കിലും പഠിത്ത കാര്യങ്ങൾ അവർക്കാണ് കൂടുതൽ ശ്രദ്ധ കൂടുതൽ വേണ്ടിയിരുന്നത്. അപ്പം അതിൻ്റെതായ കുറച്ച് ശാസനകളും അടികളൊക്കെ ഉണ്ടാവും, വഴക്കുമൊക്കെ ഉണ്ടാവും. പക്ഷെ അടിയൊക്കെ കിട്ടുന്ന ഒരു ഗുണമല്ലേ? അടി കിട്ടാറുണ്ടോ? ഇല്ല. അടിയൊന്നും ഇല്ല. അടിയൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്കൊക്കെ കിട്ടിയെന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അടിയൊന്നും കിട്ടില്ല. സ്കൂളിലും അടി കിട്ടുന്നില്ല, ഇവിടെ അടി കിട്ടുന്നില്ല അല്ലേ? ഓം ശാന്തി 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 ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ താരത്തിലെ വഴിവേലത്തോട്ടമല്ലോ വഴിവേലല്ലോ ഈ സൂര്യനോട്ടത്തെ ശൗര്യവരക്കാരല്ലോ സേനാഭരിയായി തിരുമുരുകൻ
മണിമുത്തും പൊന്നില്ലേ ഉണവാറും വന്നല്ലോ മരുഭൂമിയിൽ നിന്നല്ലോ സുൽത്താനം വന്നല്ലോ ഉമ്മപ്പൂരി വെള്ളിക്കില്ല കണ്ണത്തിൽ ഇന്നും പൊന്നും നാടിങ്ങൾ ഉമ്മപ്പൂരി വെള്ള കണ്ണി കുപ്പായം വെള്ളിക്കില്ല കണ്ണത്തിൽ ഇന്നും പൊന്നും നാടിങ്ങൾ സലാം 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 ചന്ദ്രനെ ചന്ദ്രനെ ചന്ദ്ര ചാറ് കൊടുക്കുന്നയോ ചന്ദ്രനെ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം വലൈക്കും അസ്സലാം രാവിന്റെ പിറപോലെ വന്നല്ലോ കടവത്ത് കുടമുള്ള പുത്തല്ലോ നൂറിൽ നിന്നല്ലോ സുൽത്താനുണ്ടല്ലോ വരും നിന്നല്ലോ സുൽത്താനുണ്ടല്ലോ കണ്ണി കുപ്പായം വെള്ളി ചെല്ല കിന്നും പൊന്നും നാളെ
പോയിരിക്കുകയാണ്. ഇതാ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് ഇനി നടക്കുള്ളൂ. ഒന്നാം സ്ഥാനം കിച്ചുമോൻ PP. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തിരിച്ചുവിടാണ്. ഗ്ലാസ് കളയാതെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കണം. മനു ഇത്രയും എടുക്കാൻ വലിയ ശ്രദ്ധയൊക്കെയാണ് മനുവിന്റെ. ഇതാ മനു സർവശക്തിയും എടുത്തത് ആവേശകരമായ ഈ മത്സരത്തിൽ തോറ്റുകൊടുക്കാൻ തയ്യാറില്ല എന്ന് അറിയിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ ശക്തമായി പിടിമുറുക്കുന്നു. വിജയം നഷ്ടമായി പോയെങ്കിലും കിച്ചുമോനും ഗോപിക്കുട്ടനും വിജയിച്ച സ്ഥാനത്ത് പരാജയപ്പെടാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ട് കൈയടി ശ്രമം തുടരുകയാണ്. ഇതാ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചുകൊണ്ട് ഇതാ അത്യന്തം വാശിയേറിയ മത്സരം. ഏത് നിമിഷവും താഴെ പോകാവുന്ന ബലൂൺ അവിടെ വിജയമായി ഇതാ ഞെളുപിരി കളിയാണ്. ബൈക്കിളി ഞെളുപിരി നിങ്ങൾ പോ തുമ്പി അങ്ങോട്ട് മാറാ കൈ പിടിക്കല്ലേ തുമ്പി അങ്ങോട്ട് നീങ്ങ്. ഇതാ ബലൂൺ താഴെ പോകാതെ ഇതിപ്പോ എന്നെ കാണിച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ തോന്നുന്നു. ഇതിപ്പോ എന്നെ കാണിക്കുന്നത് ബലൂൺ ജനങ്ങൾക്ക് മത്സരം. ബലൂൺ അപ്പുറത്ത് കയറ്റാൻ മത്സരമാണ് നടക്കുന്നത്. അപ്പൊ എവിടെ കൊണ്ടുവന്നേ തുമ്പി ഇവിടെ കൊണ്ടുവച്ചേ. അടുത്ത മത്സരത്തിന് കളിയായിക്കോളാം. നിങ്ങൾ ഔട്ടായി. കുട്ടിയും മനുവും ബിച്ചുമോനും ആര്യയും സൗമ്യയും ദ്രൗതിയും അത്യന്തം വാശിയേറിയ മത്സരം. അങ്ങനെ ബിച്ചുമോന്റെ ബലൂൺ പോയിരിക്കുന്നു. ഒരു റൗണ്ടിൽ കറങ്ങി വരണം. മനു ഔട്ടായി. ആ തുമ്പിക്കുട്ടിയും അത്യന്തം വാശിയേറിയ മത്സരം. ഇതാ ഒരു റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ കള്ളത്ത
Mata
Pick yourself up and dust yourself off and back in the sack. റെഡിയല്ലേ എല്ലാവരും? എല്ലാവരും റെഡിയല്ലേ? കുളം എന്ന് പറയുമ്പോ കാളക്കല്ലിങ്കൽ കുടുംബത്തിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കുളം കര മത്സരമാണ് നടക്കാൻ പോകുന്നത്. കുളം എന്ന് പറയുമ്പോൾ അകത്തേക്കും കര എന്ന് പറയുമ്പോൾ വെളിയിലേക്കുമാണ് മാറേണ്ടത്. ഞാൻ അനൗൺസ് ചെയ്യുന്നതിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകൾ ഔട്ടാകുമെന്ന് പ്രത്യേകം അറിയിക്കട്ടെ. മത്സരം തുടങ്ങുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. അമ്മാളു തിരിച്ചു വയ്ക്കുന്നതാ. കുളം കര, കുളം കര, കുളം കര, കര പിച്ചോട്ടായിരിക്കുന്നത്. കുളം കര, കുളം കര, കുളം കര, കുളം കുളം കര, കര കര. ചേട്ടായി 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 ചേട്ടായി. കുളം 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 കര, കുളം കുളം കര, കുളം മാറിക്കോ വെളിയിലിറങ്ങിക്കോ. വെളിപ്പെട്ടിപ്പോയവരെല്ലാം വെളിയിലിറങ്ങിക്കോ. കോപ്പിക്കുട്ടി അങ്ങനെ കളിക്കാൻ പാടില്ല, അങ്ങനെ കളിക്കാൻ പാടില്ല, അങ്ങനെ കളിക്കാൻ പാടില്ല, അങ്ങനെ കളിക്കാൻ പാടില്ല. കോപ്പിക്കുട്ടി അങ്ങനെ കളിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചവിട്ടി കുട്ടിക്കും. അങ്ങനെ വലിയ ചവിട്ടി ഇപ്പം അത് കൊച്ചിന് വിഷമം തോന്നിട്ട് അറിയുന്ന ചവിട്ടി ചവിട്ടിയില്ലായിരുന്നു. ഒരടുത്ത കളി കളിക്കാൻ പറ്റോ? അങ്ങനെ ആ കാല് പൊക്കാൻ പറ്റത്തില്ല, ആ കാല് പൊക്കാൻ പറ്റില്ല. ആ കാല് കുത്തണം, ആ കാല് കുത്തണം, ആ കാല് കുത്തണം, ആ കാല് കുത്തണം. അല്ല പിന്നെ പോക്കുകൊണ്ടൊക്കെ കാല് പൊക്കി വെച്ചാൽ പിന്നെ എങ്ങനെ ചോദിക്കുന്നത്?
ഡുളിന് കളിക്കടാ. അത്യന്തം വാശിയേറിയ ചവിട്ടിക്കുട്ടികൾ മത്സരമാണ് നടക്കുന്നത്. ആര് ജയിക്കും ആര് പരാജയപ്പെടുമെന്നറിയില്ല. പൈസല്ലേ ടൈറ്റ് മത്സരമാണ്. ടൈറ്റ് മത്സരമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ പൈങ്കളിയും ചേച്ചിപ്പെണ്ണും തമ്മിലുള്ള അത്യന്തം വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ഡൂഡുവാണ് കമന്ററി. ഇടയ്ക്കിടയ്ക്ക് ഡൂഡിന്റെ കമന്ററി ഉണ്ട്. അത്യന്തം വാശിയേറിയ മത്സരം. റൗണ്ട് ഇത്തിരി ചെറുതാക്കിയാലോ? റൗണ്ടിൽ ചെറുതാക്കിയാൽ മതി. അത്യന്തം വാശിയേറിയ ചോക്കുണ്ടോ? ഓ അങ്ങനെ വലതു മാറി അത്യന്തം വാശിയേറിയ മത്സരത്തെ എല്ലാവരും ഒന്ന് കൈയടിച്ച് എല്ലാ നിമിഷങ്ങളും ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ മത്സരമാണ് നടക്കുന്നത്. അങ്ങനെ വാശിയേറിയ മത്സരം. പൈങ്കളിയും ചേച്ചിപ്പണ്ണും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ആര് വാഴും ആര് വീഴും. ഇതാ അങ്ങനെ കാല് പൊക്കാൻ പറ്റില്ല കേട്ടോ. കാല് പൊക്കാൻ പറ്റില്ല. കാല് പൊക്കി പിടിക്കരുത്. ചവിട്ടാൻ പറ്റുന്ന കാല് പൊക്കി പിടിക്കരുത്. ഒഴിഞ്ഞു മാറാം. കാല് പൊക്കി പിടിച്ച പിന്നെ ചവിട്ടിയെ കിട്ടിയല്ല. അത്യന്തം വാശിയേറിയ മത്സരം. ആ കളവൊന്ന് ചെറുതാക്കിയ 1, 2, 3 സ്റ്റാർട്ട്. പൈസ ഉണ്ടായിരിക്കുന്നു. ഒന്ന് കൈയടിച്ചേ. പൈസ ജയിച്ചിരിക്കുന്നു. അത് കൊച്ചല്ലേ. നാളക്കല്ലിന്റെ കുടുംബത്തിന്റെ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ചുള്ള വാലിബൽ മത്സരത്തിന്റെ അവസാന വിജയായിരിക്കുന്നു. ക്ഷമിക്കുക. വാരരുത്. ഓരോന്ന് വീതം പെറുക്കിയെടുക്കുക. 2 പെറുക്കിയെടുക്കുന്നവർ ഔട്ടാകും. കൂടി വാരുന്നതും ഔട്ടായിരിക്കും. 2 കൈ ഉപയോഗിച്ച് മുട്ടായി പെറുക്കിയാലും ഔട്ടാകുന്നതാണെന്ന്
മുട്ടായി പെറുക്കൽ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നു. അങ്ങനെ പെറുക്കുന്നവരെ അടുത്ത മത്സരത്തിൽ അയോഗ്യരാക്കുന്നതായിരിക്കും. മത്സരം തേടക്കാരുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. ആരെങ്കിലും വാരിയാൽ വാരുന്നവർ അബദ്ധമാകണമെന്ന് അറിയിക്കുന്നു. ഓരോന്ന് പെറുക്കി ഇങ്ങനെ ഇട്ടാൽ എതിർക്കൊട്ടൻ പാത്രം അടുത്ത് വെക്ക്, എന്നിട്ട് പെട്ടെന്ന് പെറുക്കിയിട്. രാജേഷ് വന്നിട്ട് കമന്ന് കിടന്നാണ് വരുന്നത്. ലാസ്റ്റ് ആകാറായി. മത്സരത്തിന്റെ ഫൈനൽ റൗണ്ടിലുള്ള പ്രകടനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാളക്കല്ലുകൾ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ചുള്ള അത്ലറ്റിക് മത്സരമാണ്. പുരാതന കാലത്ത് ഗ്രീക്കിലെ രാജാക്കന്മാർ കളിച്ചിരുന്ന അത്ലറ്റിക് കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കൈ വേണം, ഒരു കൈയാണ് വെക്കേണ്ടത്. ഇതിൽ ജീപ്പ് വെള്ളം താറ മക്കളെ കയ്യിൽ പരിപ്പൂത്തി പച്ചാറാക്കി ഞാനുമുണ്ട് സീതയുമുണ്ട്. സീതയുടെ പേരെന്ത്? കുരിക്കാൻ തട്ടി വീണവളെ, മൂന്നാരെണ്ണ കുടിച്ചവളെ, എണ്ണി കൈമാലത്തി വെച്ചു കൊള്ളട്ടെ. എത്ര വാക്കുണ്ട്? ഒറ്റ വാക്ക്. എത്ര അക്ഷരമുണ്ട്? മൂന്നക്ഷരം. ഒറ്റ വാക്ക് മൂന്നക്ഷരം. എക്സിക്യൂട്ടീവ് ഹോമാണ്. ഹോമം മൂന്നക്ഷരം. ഹോമം തൊണ്ടക്കുഴി കൊരിയാവള്ളി. അങ്ങനാണോ? ഇന്ദ്രൻസിന്റെ പടം അല്ലേ? ഉണ്ണി തുമ്പി. എന്നെ കൊണ്ട് കളയാൻ എന്നെ കൊണ്ട് ഊച്ചോ ഊച്ച് ഉടയൻ
ഇങ്ങനെ പുറത്തോട്ട് തിരിഞ്ഞേ ഇത് ക്യാമറ കിട്ടുന്നില്ല. അതെ ഇങ്ങനെ നിന്നിട്ട് എങ്ങനെയാ ആ വേറൊന്നും വിളിക്കുന്നൊന്നുമില്ല, പിള്ളേർക്ക് അറിയാമല്ലോ. തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. മേടിച്ചേ Come